19-ാം അധ്യായം. മാന്ത്രിക ശക്തിയില്ലാത്ത 12 വൃദ്ധന്മാർ. ഒരു ഗ്രാമത്തിലൂടെ എന്തെങ്കിലും കടന്നുപോകുമ്പോൾ ഒരു കഥ പറയാതെ പോകുന്നത് അപൂർവമാണ്. ആ ഒറ്റക്കൊമ്പൻ മൃഗവും ഒരു കഥ പറയാതെ പോയില്ല. രാത്രിയുടെ വെളിച്ചത്തിൽ അതിനെ കണ്ട ആ 3 പേർ ഉടൻ തന്നെ അവരുടെ കുടുംബങ്ങളോട് ആ വാർത്ത പറഞ്ഞു. പിന്നെ ആ സന്തോഷവാർത്ത മറ്റുള്ളവരോട് പറയാൻ പലരും വീടുകളിൽ നിന്ന് ഇറങ്ങിയോടി. ഏളിൽ വിചിത്രമായ ഏതു വാർത്തയും സന്തോഷമുള്ളതായിരുന്നു. കാരണം അത് ചർച്ചകൾക്കു തുടക്കമിട്ടു. ജോലിക്ക് ശേഷം വൈകുന്നേരങ്ങൾ കഴിച്ചുകൂട്ടാൻ ഈ ചർച്ചകൾ ആവശ്യമാണെന്ന് അവർ കരുതി. അങ്ങനെ അവരാ ഒറ്റക്കൊമ്പൻ മൃഗത്തെക്കുറിച്ച് ദീർഘനേരം സംസാരിച്ചു. 1-2 ദിവസത്തിനു ശേഷം നാളിന്റെ കൊല്ലശാലയിൽ വീണ്ടും ഏഴിലെ പാർലമെന്റ് കൂടി. അവർ മധുരക്കള്ളിന്റെ പാത്രങ്ങളുമായിരുന്ന് ഒറ്റക്കൊമ്പൻ മൃഗത്തെക്കുറിച്ച് ചർച്ച ചെയ്തു. ചിലർ ആനന്ദിച്ചു പറഞ്ഞു, ഓറിയോന് മാന്ത്രിക ശക്തിയുണ്ട്. കാരണം ഒറ്റക്കൊമ്പൻ മൃഗങ്ങൾ മാന്ത്രിക ലോകത്തിൽ നിന്നുള്ളവയാണ്. അവ നമ്മുടെ നാട്ടിലെ വയലുകൾക്കപ്പുറത്തു നിന്നാണ് വരുന്നത്. അതുകൊണ്ട് ഒരാൾ പറഞ്ഞു, നമുക്ക് സംസാരിക്കാൻ പാടില്ലാത്ത നാട്ടിൽ അവൻ പോയിട്ടുണ്ട്. അവിടെ താമസിക്കുന്ന എല്ലാത്തിനെയും പോലെ അവനും ഒരു മാന്ത്രികനാണ്. ചിലരത് അംഗീകരിച്ച് തങ്ങളുടെ പദ്ധതികൾ ഫലം കണ്ടെന്ന് വിശ്വസിച്ചു. എന്നാൽ മറ്റു ചിലർ അതൊരു മൃഗമാണെങ്കിൽ തന്നെ അത് രാത്രിയുടെ വെളിച്ചത്തിലാണ് കടന്നുപോയതെന്നും അത് ഒറ്റക്കൊമ്പനാണെന്ന് ആർക്കാണ് ഉറപ്പിച്ചു പറയാൻ കഴിയുക എന്നും ചോദിച്ചു. ഒരാൾ പറഞ്ഞു, നക്ഷത്ര വെളിച്ചത്തിൽ അതിനെ ശരിയായി കാണാൻ പ്രയാസമാണ്. മറ്റൊരാൾ പറഞ്ഞു, ഒറ്റക്കൊമ്പൻ മൃഗങ്ങളെ തിരിച്ചറിയാനും പ്രയാസമാണ്. അങ്ങനെ അവർ ആ മൃഗങ്ങളുടെ വലിപ്പത്തെയും രൂപത്തെയും അവയെക്കുറിച്ചുള്ള എല്ലാ കഥകളെയും ചർച്ച ചെയ്യാൻ തുടങ്ങി. എന്നിട്ടും അവരുടെ പ്രഭു ഒരൊറ്റക്കൊമ്പനെയാണോ വേട്ടയാടിയതെന്ന് അവർക്കൊരു നിഗമനത്തിലുമെത്താൻ കഴിഞ്ഞില്ല. ഒടുവിൽ സത്യം എന്നേക്കുമായി സ്ഥാപിക്കണമെന്ന് നാൾ കരുതി എഴുന്നേറ്റ് നിന്ന് വോട്ടിനുള്ള സമയമായെന്നവരോട് പറഞ്ഞു. അങ്ങനെ പല നിറങ്ങളിലുള്ള കക്കകൾ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് കൈമാടുന്ന കൊമ്പിലേക്കിടുന്ന അവരുടെ രീതിയിലൂടെ നാളിന്റെ നിർദ്ദേശപ്രകാരം അവർ ഒറ്റക്കൊമ്പൻ മൃഗത്തെക്കുറിച്ച് വോട്ട് ചെയ്തു. ഒരു നിശബ്ദത തളം കെട്ടി. നാൾ എണ്ണിയെടുത്തു. വോട്ടെടുപ്പിലൂടെ ഒറ്റക്കൊമ്പൻ മൃഗം അവിടെ ഉണ്ടായിരുന്നില്ലെന്ന് സ്ഥാപിക്കപ്പെട്ടു. അപ്പോൾ ഏളിലെ ആ പാർലമെന്റ് ദുഃഖത്തോടെ തങ്ങളുടെ പ്രഭുവിന് മാന്ത്രിക ശക്തിയുണ്ടെന്നുള്ള അവരുടെ പദ്ധതികൾ പരാജയപ്പെട്ടെന്ന് മനസ്സിലാക്കി. അവരെല്ലാം വൃദ്ധന്മാരായിരുന്നു. അവർക്ക് വളരെ കാലമായി ഉണ്ടായിരുന്ന ആ പ്രതീക്ഷ നഷ്ടപ്പെട്ടതോടെ വളരെ കാലം മുമ്പ് അവർ ഉണ്ടാക്കിയ പദ്ധതികളിൽ നിന്ന് പുതിയവയിലേക്ക് തിരിയാൻ അവർക്ക് അത്ര എളുപ്പമായിരുന്നില്ല. ഇപ്പോഴവർ എന്തു ചെയ്യും? അവർ പറഞ്ഞു, മാന്ത്രിക ശക്തി എങ്ങനെ നേടും? ലോകം ഏളിനെ എങ്ങനെ ഓർമ്മിക്കണം? മാന്ത്രിക ശക്തിയില്ലാത്ത 12 വൃദ്ധന്മാർ. അവർ അവരുടെ മധുരക്കള്ളിന്റെ അടുത്തും ഇരുന്നു. എന്നാൽ അത് അവരുടെ ദുഃഖം കുറച്ചില്ല. എന്നാൽ ഓറിയോൺ തന്റെ വേട്ടപ്പട്ടികളുമായി മാന്ത്രിക ലോകത്തിന്റെ ആ വലിയ അഴിമുഖത്തിനടുത്തായിരുന്നു. അവിടെ അത് നമ്മുടെ വയലുകളിലെ പുല്ലുകളെ സ്പർശിച്ച് വേലിയേറ്റം പോലെ നിലകൊണ്ടിരുന്നു. അവനെ നയിക്കാൻ കൊമ്പുവിളി വ്യക്തമായി കേൾക്കാമെന്ന് തോന്നിയപ്പോൾ വൈകുന്നേരം അവൻ അവിടെ പോയി. ഒറ്റക്കൊമ്പൻ മൃഗങ്ങൾ അതിർത്തി കടന്നു പോകുന്നത് കാണാൻ നമ്മുടെ വയലുകളുടെ അരികിൽ നിശബ്ദനായി കാത്തിരുന്നു. കാരണം അവനിപ്പോൾ മാനിനെ വേട്ടയാടുന്നില്ല. അങ്ങനെ വൈകുന്നേരങ്ങളിൽ അവൻ ആ വയലുകളിലൂടെ പോകുമ്പോൾ കൃഷിപഠനങ്ങളിൽ പണിയെടുക്കുന്ന ആളുകൾ അവനെ സന്തോഷത്തോടെ അഭിവാദ്യം ചെയ്യുമായിരുന്നു. എന്നാൽ അവൻ കിഴക്കോട്ടാണ് പോകുന്നതെങ്കിൽ അവർ അവനോട് കുറച്ചായി സംസാരിക്കുന്നത് നിർത്തും. ഒടുവിൽ അതിർത്തിയുടെ അടുത്തേക്ക് പോകുമ്പോൾ അവർ അവനെയും അവന്റെ വേട്ടപ്പട്ടികളെയും അവരവരുടെ വഴിക്ക് വിടും. സൂര്യാസ്തമയം സമയത്ത് അവൻ നക്ഷത്രവെളിച്ചത്തിന്റെ അതിരിലേക്ക് ഓടിപ്പോകുന്ന ഒരു വേലിയുടെ അടുത്തായി നിശബ്ദനായി നിൽക്കുമായിരുന്നു. അവന്റെ വേട്ടപ്പട്ടികൾ മുഴുവൻ വേലിയുടെ താഴെയായി അവന്റെ അടുത്തുകൂടി നിൽക്കും. അവയിൽ അന്ന് അനങ്ങുന്നതിന് ധൈര്യപ്പെട്ടാൽ അവരെല്ലാം അവൻ ശ്രദ്ധയോടെ നോക്കുമായിരുന്നു. നമ്മുടെ നാട്ടിലെ വയലുകളിലെ മരങ്ങളിലേക്ക് പക്ഷികൾ തിരികെ വരും. പ്രാവുകളും കിളികളും ശബ്ദമുണ്ടാക്കും. മാന്ത്രിക ലോകത്തിന്റെ കൊമ്പുവിളി മുഴങ്ങും. വെള്ളിനാദമുള്ള മാന്ത്രിക സംഗീതം തണുത്തയാവിയിൽ മുഴങ്ങും. മേഘങ്ങളുടെയെല്ലാം നിറങ്ങൾ പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കും. ആ ഇരുത്തു വീണ വെളിച്ചത്തിൽ നിറങ്ങൾ ഇരുണ്ടപ്പോൾ ഓറിയോൺ നക്ഷത്ര വെളിച്ചത്തിന്റെ അതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഒരു മങ്ങിയ വെള്ളരൂപം കാണത്തേക്കായി നോക്കിക്കൊണ്ടിരുന്നു. ഈ വൈകുന്നേരം ഒരു വേട്ടപ്പെട്ടിയെ കൈകൊണ്ടടക്കിയപ്പോൾ നമ്മുടെ വയലുകളെല്ലാം മങ്ങിയപ്പോൾ ഒരു വലിയ വെള്ള ഒറ്റക്കൊമ്പൻ മൃഗം അതിർത്തിയിൽ നിന്ന് പുറത്തേക്ക് വന്നു. അത് നമ്മുടെ വയലുകളിൽ ഒരിക്കലും വളരാത്ത ലില്ലിപ്പൂക്കൾ തിന്നുകയായിരുന്നു. ഒരു വെള്ളരൂപം തികച്ചും നിശബ്ദമായി 4-5 വാര നമ്മുടെ വയലുകളിൽ വന്ന് ചന്ദ്രവെളിച്ചം പോലെ നിശ്ചലമായി നിന്ന് ചെവി കൊടുത്തു. വീണ്ടും കേട്ടു. ഓറിയോൺ അനങ്ങിയില്ല. അവന്റെ വെട്ടപ്പട്ടികളുടെ കാര്യത്തിൽ അവനുള്ള ചില ശക്തികൾ കൊണ്ടോ അവയുടെ ബുദ്ധി കാരണമോ അവ നിശബ്ദമായിരുന്നു. 5 മിനിറ്റിനുള്ളിൽ ഒറ്റക്കൊമ്പൻ മൃഗം 1-2 അടി മുന്നിലേക്ക് വെച്ച് നീളമുള്ള മധുരമുള്ള പുല്ലുകൾ തിന്നാൻ തുടങ്ങി. അത് അനങ്ങിയ ഉടനെ തന്നെ മറ്റു 4 ഇരുണ്ട നീള അതിർത്തിയിലൂടെ കടന്നുവന്നു. പെട്ടെന്നവിടെ 5 മേയുകയായിരുന്നു. അപ്പോഴും ഓറിയോൺ കാത്തിരുന്നു.
കുറേശ്ശെയായി ഒറ്റക്കൊമ്പൻ മൃഗങ്ങൾ അതിർത്തിയിൽ നിന്ന് മാറിപ്പോയി. ആഴമും സമ്പന്നമായ ഭൗമിക പുല്ലുകൾ അവയെ നമ്മുടെ വയലുകളിലേക്ക് കൂടുതൽ ആകർഷിച്ചു. നിശബ്ദമായ ആ വൈകുന്നേരം അഞ്ചും മേയുകയായിരുന്നു. ഒരു നായ കുരയ്ക്കുകയോ ഒരു പിടക്കോഴി കൂവുകയോ ചെയ്താൽ അവയെല്ലാം ഒരേ സമയം ചെവികൂപ്പി ശ്രദ്ധിച്ചു. മനുഷ്യന്റെ വയലുകളിൽ ഒന്നിനെയും അവർ വിശ്വസിച്ചില്ല, അല്ലെങ്കിൽ അതിലേക്ക് കൂടുതൽ കടന്നുപോയില്ല. എന്നാൽ ഒടുവിൽ നക്ഷത്ര വെളിച്ചത്തിലൂടെ ആദ്യം വന്ന ഒറ്റക്കൊമ്പൻ മൃഗം അതിന്റെ മാന്ത്രിക ലോകത്തിൽ നിന്ന് അത്ര ദൂരെയായിപ്പോയതുകൊണ്ട് ഓറിയോണിന് അതിനും അതിർത്തിക്കുമിടയിലൂടെ ഓടാൻ കഴിഞ്ഞു. അവന്റെ വേട്ടപ്പട്ടികളും പിന്നാലെ വന്നു. ഓറിയോൺ വിനോദത്തിനു വേണ്ടി മാത്രം വേട്ടയാടുകയായിരുന്നെങ്കിൽ, വെറുതെ ഒരാവേശത്തിനു വേണ്ടി മാത്രം വേട്ടയാടിയിരുന്നെങ്കിൽ, വേട്ടക്കാർക്ക് മാത്രമറിയുന്ന ആഴമായ ഇഷ്ടം അവനുണ്ടായിരുന്നില്ലെങ്കിൽ അവനെയെല്ലാം നഷ്ടമാകുമായിരുന്നു. കാരണം അവന്റെ വേട്ടപ്പട്ടികൾ ഏറ്റവും അടുത്തുള്ള ഒറ്റക്കൊമ്പൻ മൃഗങ്ങളെ പിന്തുടരുമായിരുന്നു. അവ ഒരു നിമിഷം കൊണ്ട് അതിർത്തി കടന്ന് നഷ്ടമാകുമായിരുന്നു. പട്ടികൾ അവയെ പിന്തുടർന്നിരുന്നെങ്കിൽ അവയ്ക്കും നഷ്ടമാകുമായിരുന്നു. അന്നു ചെയ്ത എല്ലാ ജോലികളും വെറുതെയാകുമായിരുന്നു. എന്നാൽ ഓറിയോൺ അവന്റെ വേട്ടപ്പട്ടികളെ ഏറ്റവും അകലെയുള്ളതിനെ പിന്തുടരാൻ നയിച്ചു. ഏതെങ്കിലും പട്ടി മറ്റുള്ളവയെ പിന്തുടരാൻ ശ്രമിക്കുന്നുണ്ടോയെന്ന് അവൻ എപ്പോഴും ശ്രദ്ധിച്ചു. ഒരെണ്ണം മാത്രമാണ് ശ്രമിച്ചത്. പക്ഷേ ഓറിയോണിന്റെ ചാട്ടവാർ തയ്യാറായിരുന്നു. അങ്ങനെ അവൻ അവന്റെ ഇരയെ അതിന്റെ വീട്ടിൽ നിന്ന് വേർപെടുത്തി. അവന്റെ വേട്ടപ്പട്ടികൾ രണ്ടാമതും ഒരൊറ്റക്കൊമ്പൻ മൃഗത്തെ ഉച്ചത്തിൽ പിന്തുടർന്നു. ഒറ്റക്കൊമ്പൻ മൃഗം പട്ടികളുടെ കാൽപ്പെരുമാറ്റം കേട്ടപ്പോൾ ഒരു നിമിഷം കൊണ്ട് അതിന്റെ മാന്ത്രിക വീട്ടിലേക്ക് എത്താൻ കഴിയില്ലെന്ന് മനസ്സിലാക്കി. അതിന്റെ കാലുകൾ പെട്ടെന്ന് മുന്നോട്ട് വച്ച് ഒരമ്പുപോലെ നമ്മുടെ വയലുകളിലൂടെ പാഞ്ഞു. അത് വേലികളുടെ അടുത്തെത്തിയപ്പോൾ ചാടാൻ വേണ്ടി അതിന്റെ കാലുകൾ ഉരുകൂട്ടുന്നതായി തോന്നിയില്ല. മറിച്ച് ചലനമില്ലാത്ത പേശികളുടെ അവയ്ക്കു മുകളിലൂടെ തെന്നി നീങ്ങുന്നതായി തോന്നി. വീണ്ടും പുല്ലിനെ സ്പർശിച്ചപ്പോൾ അത് വീണ്ടും കുതിച്ചു പാഞ്ഞു. ആദ്യ കുതിച്ചുചാട്ടത്തിൽ വേട്ടപ്പട്ടികൾ ഓറിയോണിനേക്കാൾ വളരെ മുന്നിലെത്തി. ഇത് ഒറ്റക്കൊമ്പൻ മൃഗം മാന്ത്രിക ലോകത്തേക്ക് തിരിയാൻ ശ്രമിക്കുമ്പോഴെല്ലാം അതിനെ തടയാൻ അവനെ സഹായിച്ചു. അങ്ങനെയുള്ള തിരിവുകളിൽ അവൻ അവന്റെ വേട്ടപ്പട്ടികളുടെ അടുത്തേക്ക് വീണ്ടും വന്നു. ഓറിയോൺ മൂന്നാമതും ഒറ്റക്കൊമ്പൻ മൃഗത്തെ തിരിച്ചപ്പോൾ അത് നേരെ ഓടിപ്പോയി. മനുഷ്യരുടെ വയലുകളിലൂടെ അങ്ങനെ മുന്നോട്ടു പോകുകയും ചെയ്തു. വേട്ടപ്പട്ടികളുടെ ശബ്ദം വൈകുന്നേരത്തിന്റെ ശാന്തതയിലൂടെ ഒരുറങ്ങുന്ന തടാകത്തിനു കുറുകെ ഒരു നീണ്ട അല പോലെ കടന്നുപോയി, ഒരു വിചിത്രമായ മുങ്ങിക്കുളിയനെ പിന്തുടർന്ന്. ആ നേർക്കുനേർ കുതിച്ചുപാച്ചലിൽ ഒറ്റക്കൊമ്പൻ മൃഗം പട്ടികളെക്കാൾ വളരെ മുന്നിലെത്തി. താമസിയാതെ ഓറിയോണിനു ദൂരെയായി ഒരു വെളുത്ത പാടുപോലെ ഇരുളിൽ ഒരു ചരിവിലൂടെ നീങ്ങുന്നത് മാത്രം കാണാൻ കഴിഞ്ഞു. പിന്നെ അതൊരു താഴ്വരയുടെ മുകളിലെത്തി കാഴ്ചയിൽ നിന്ന് മറഞ്ഞു. എന്നാൽ പട്ടികളെ ഒരു പാട്ടുപോലെ നയിച്ച ആ ശക്തമായ വിചിത്രമായ ഗന്ധം പുല്ലിൽ വ്യക്തമായി നിലനിന്നു. അരുവികളിൽ ഒരു നിമിഷം മാത്രമല്ലാതെ അവർക്ക് വഴിതെറ്റിയില്ല, അല്ലെങ്കിൽ ഇടറിപ്പെട്ടിയില്ല. അവിടെ പോലും ഓറിയോൺ സഹായത്തിനെത്തുന്നതിനു മുമ്പ് അവരുടെ ചലിക്കുന്ന മൂക്കുകൾക്ക് മാന്ത്രിക ഗന്ധം തിരിച്ചറിയാൻ കഴിഞ്ഞു. വേട്ട തുടർന്നപ്പോൾ നക്ഷത്രങ്ങൾ വരാൻ തയ്യാറാകുന്നതുവരെ പകൽ വെളിച്ചം മങ്ങി മറഞ്ഞു. ഒന്നോ രണ്ടോ നക്ഷത്രങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. അരുവികളിൽ നിന്നൊരു മൂടൽമഞ്ഞു വന്നു. അത് വയലുകളിലെല്ലാം വെളുത്ത നിറത്തിൽ പരന്നു. അങ്ങനെ അത് അടുത്തായിരുന്നെങ്കിൽ പോലും അവർക്ക് ഒറ്റക്കൊമ്പൻ മൃഗത്തെ കാണാൻ കഴിയുമായിരുന്നില്ല. മരങ്ങൾ പോലും ഉണങ്ങുന്നതായി തോന്നി. അവർ ചെറിയ വീടുകളുടെ അടുത്തുകൂടെ കടന്നുപോയി. ഒറ്റപ്പെട്ടതും എൽമരങ്ങളാൽ സംരക്ഷിക്കപ്പെട്ടതും വയലുകളിൽ അലഞ്ഞുതിരിയുന്നവരിൽ നിന്ന് ഉയർന്ന മരങ്ങളുടെ വേലുകളാൽ വേർപെടുത്തിക്കപ്പെട്ടതും ഈ ഒറ്റക്കൊമ്പൻ മൃഗത്തിന്റെ ആകസ്മികമായ പാതയിൽ പെട്ടെന്ന് അതിന്റെ വാതിലിനടുത്ത് വന്നു ചേരുന്നതുവരെ ഓറിയോൺ കണ്ടിട്ടില്ലാത്തതോ അറിഞ്ഞിട്ടില്ലാത്തതോ ആയ വീടുകൾ. അവർ കടന്നുപോയപ്പോൾ നായ്കൾ കുരച്ചു. ആ മാന്ത്രിക ഗന്ധവും പാക്കറ്റുകളുടെ പാച്ചുകളും ശബ്ദവും വിചിത്രമായ എന്തോ നടക്കുന്നുണ്ടെന്ന് അവയോട് പറഞ്ഞു. ആദ്യം അവ കുരച്ചത് നടക്കുന്ന കാര്യത്തിൽ പങ്കുചേരാൻ വേണ്ടിയായിരുന്നു. പിന്നീട് വിചിത്രമായതിനെക്കുറിച്ച് യജമാനന്മാരെ അറിയിക്കാൻ വേണ്ടിയായിരുന്നു. അവ വൈകുന്നേരം മുഴുവൻ കുരച്ചു. ഒരു കൂട്ടം പഴയ മുള്ളുകളുടെ നടുവിലുള്ള ഒരു ചെറിയ വീടിനടുത്തുകൂടി അവർ കടന്നുപോയപ്പോൾ ഒരു വാതിൽ പെട്ടെന്ന് തുറന്നു. ഒരു സ്ത്രീ അവരെ പോകുന്നത് കാണാൻ നോക്കിക്കൊണ്ടു നിന്നു. അവൾക്ക് ചാരനിറമുള്ള രൂപങ്ങളല്ലാതെ മറ്റൊന്നും കാണാൻ കഴിഞ്ഞിരിക്കാം. പക്ഷെ കടന്നുപോകുന്ന ആ നിമിഷത്തിൽ ഓറിയോൺ ആ വീട്ടിലെ എല്ലാ തിളക്കവും തണുപ്പിലേക്കൊഴുകുന്ന മഞ്ഞനിളവും കണ്ടു.
ആ സന്തോഷകരമായ ഊഷ്മളത അവനെ ആവേശം നൽകി. അലഞ്ഞുതിരിയുന്നവരിൽ മനുഷ്യന്റെ ആ ചെറിയ മരുഭൂമിയിൽ കുറച്ചുനേരം വിശ്രമിക്കാൻ അവൻ ആഗ്രഹിച്ചു. പക്ഷേ വേട്ടപ്പട്ടികൾ മുന്നോട്ടു പോയി. അവനും അവയെ പിന്തുടർന്നു. വീട്ടിലുള്ളവർ അവരുടെ ശബ്ദം ദൂരദാലമായ മലകളിൽ അതിന്റെ മറ്റല്ലി മണിക്കുന്ന ശബ്ദം പോലെ കടന്നുപോകുന്നത് കേട്ടു. ഒരു കുറുക്കൻ അവർ വരുന്നത് കേട്ടു. നിശ്ചലമായി നിന്ന് ശ്രദ്ധിച്ചു. ആദ്യമത് ആശയക്കുഴപ്പത്തിലായിരുന്നു. പിന്നെ അത് ഒറ്റക്കൊമ്പൻ മൃഗത്തിന്റെ ഗന്ധം പിടിച്ചു. അപ്പോഴെല്ലാം അതിന് വ്യക്തമായി. കാരണം ആ മാന്ത്രിക ഗന്ധത്തിലൂടെ അത് മാന്ത്രിക ലോകത്തിൽ നിന്ന് വരുന്ന എന്തോ ആണെന്ന് അതിനു മനസ്സിലാക്കാം. എന്നാൽ ആടുകൾക്ക് ആ ഗന്ധം പിടികിട്ടിയപ്പോൾ അവർ ഭയപ്പെട്ടു. അവയ്ക്ക് ഓടാൻ കഴിയാത്തതുവരെ ഒന്നു ചേർന്നോടി. കന്നുകാലികൾ അവയുടെ സ്വപ്നത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റു. സ്വപ്നം കാണുന്നതുപോലെ നോക്കി അത്ഭുതപ്പെട്ടു. എന്നാൽ ഒറ്റക്കൊമ്പൻ മൃഗം അവയിലൂടെ കടന്നുപോയി. ഒരു നഗരത്തിലെ തിരക്കുള്ള തിരുവുകളിൽ ഒരു താഴ്വരയിലെ പൂന്തോട്ടത്തിൽ നിന്ന് വഴിതെറ്റി വന്നു പോകുന്ന സുഗന്ധമുള്ള കാറ്റ് വെറുതെ കടന്നുപോകുന്നതുപോലെ അത് അപ്രത്യക്ഷമായി. ഉടനെ നക്ഷത്രങ്ങളെല്ലാം വേട്ട അതിൻ്റെ ആനന്ദത്തോടെ കടന്നുപോയ ആ ശാന്തമായ വയലുകളിലേക്ക് നോക്കുകയായിരുന്നു. ഉറക്കത്തെയും നിശബ്ദതയെയും കീറിമുറിച്ചു മുന്നോട്ടു പോകുന്ന ഒരു ജീവിതരേഖ. ഇപ്പോൾ ഒറ്റക്കൊമ്പൻ മൃഗം കാഴ്ചയിൽ നിന്ന് വളരെ അകലെയായിരുന്നാൽ പോലും എല്ലാ വേലികളിലും അല്പം പോലും വേഗത കുറയ്ക്കാതെയായിരുന്നു. ആദ്യം അതൊരു കൂടയിൽ പോകുന്ന പക്ഷിയെപ്പോലെ വേലികളിലൂടെ കടന്നുപോയി. അതേസമയം വലിയ വേട്ടപ്പട്ടികളോ അവർക്ക് കണ്ടെത്താൻ കഴിയുന്ന വിടവുകളിലൂടെ കഷ്ടിച്ചു കടന്നുപോകുകയോ അല്ലെങ്കിൽ അവയുടെ വശങ്ങളിൽ കിടന്ന് കുറ്റിച്ചെടികളുടെ തണ്ടുകൾക്കിടയിലൂടെ നീന്തി നീങ്ങുകയോ ചെയ്തു. എന്നാൽ ഇപ്പോൾ എല്ലാ വേലികളിലും അത് കൂടുതൽ പ്രയത്നിച്ച് അതിൻ്റെ ശക്തി സംഭരിച്ചു. ചിലപ്പോൾ വേലിയുടെ മുകളിൽ തട്ടി ഇടറും. അതിൻ്റെ ഓട്ടവും മന്ദഗതിയിലായിരുന്നു. കാരണം മാന്ത്രിക ലോകത്തിൻ്റെ ആഴമായ ശാന്തതയിലൂടെ ഒരൊറ്റക്കൊമ്പൻ മൃഗവും ഇങ്ങനെയൊരു യാത്ര ചെയ്തിട്ടില്ല. ക്ഷീണിത വേട്ടപ്പട്ടികളോട് എന്തോന്ന് പറഞ്ഞു. അവർ അതിനടുത്തേക്ക് വരുന്നുണ്ടെന്ന്. ഒരു പുതിയ സന്തോഷം അവരുടെ ശബ്ദത്തിൽ കടന്നുകൂടി. അവർ കുറച്ചുകൂടി കറുത്ത വേലികൾ കടന്നു. പിന്നെ അവർക്ക് മുന്നിൽ ഒരു കാടിന്റെ ഇരുട്ടുയർന്നു. ഒറ്റക്കൊമ്പൻ മൃഗം കാട്ടിലേക്ക് പ്രവേശിച്ചപ്പോൾ വേട്ടപ്പട്ടികളുടെ ശബ്ദം അതിന്റെ ചെവികളിൽ വ്യക്തമായിരുന്നു. ഒരു ജോഡി കുറുക്കന്മാർ അത് പതുക്കെ പോകുന്നത് കണ്ടു. മാന്ത്രിക ലോകത്തിൽ നിന്ന് ക്ഷീണിച്ചുവരുന്ന ആ മാന്ത്രിക ജീവിക്ക് എന്ത് സംഭവിക്കുമെന്ന് കാണാൻ അവ അതിന്റെ അടുത്തുകൂടിയോടി. ഓരോ വശത്തും ഓരോന്നായി അവ അതിന്റെ പതുക്കെയുള്ള വേഗത നിലനിർത്തിക്കൊണ്ടോടി. അതിനെ പിന്തുടരുന്ന പട്ടികളുടെ ശബ്ദം കേട്ടിട്ടും അവർക്ക് പേടിയുണ്ടായിരുന്നില്ല. കാരണം ആ മാന്ത്രിക ഗന്ധത്തെ പിന്തുടരുന്ന ഒന്നും ഭൗമികമായ ഒരു കാര്യത്തിനും വേണ്ടി തിരിയുകയില്ലെന്ന് അവർക്കറിയാമായിരുന്നു. അങ്ങനെ അത് കാട്ടിലൂടെ കഷ്ടപ്പെട്ടുപോയി. കുറുക്കന്മാർ അത്ഭുതത്തോടെ അതിനെ വഴിയിലുടനീളം നോക്കിനിന്നു. വേട്ടപ്പട്ടികൾ കാട്ടിലേക്ക് പ്രവേശിച്ചു. വലിയ ഓക്ക് മരങ്ങൾ അവരുടെ ശബ്ദത്തിൽ മുഴങ്ങി. ഓറിയോൺ നമ്മുടെ വയലുകളിൽ നിന്നോ അല്ലെങ്കിൽ മാന്ത്രിക ലോകത്തിൽ നിന്നോ ലഭിച്ച ഒരു അചഞ്ചലമായ വേഗതയോടെ അവയെ പിന്തുടർന്നു. കാടിന്റെ ഇരുട്ട് വളരെ വലുതായിരുന്നു. പക്ഷേ അവന്റെ വേട്ടപ്പട്ടികളുടെ ശബ്ദം അവൻ പിന്തുടർന്നു. അവയെ നയിക്കാൻ ആ അത്ഭുതകരമായ ഗന്ധമുള്ളതിനാൽ അവയ്ക്ക് കാണേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. ആ ഗന്ധം പിന്തുടർന്ന് അവ ഒട്ടും ചാഞ്ചല്യം കൂടാതെ മുന്നോട്ടുപോയി. ഇരുളിലൂടെയും നക്ഷത്രവെളിച്ചത്തിലൂടെയും. ഇതൊരു കുറുക്കന്റെയോ മാനിന്റെയോ വേട്ട പോലെ ആയിരുന്നില്ല. കാരണം ഒരു കുറുക്കന്റെ പാതയിലേക്ക് മറ്റൊരു കുറുക്കൻ വരാം. അല്ലെങ്കിൽ ഒരു മാൻ വേട്ടക്കാരുടെ കൂട്ടത്തിലൂടെ കടന്നുപോകാം. ഒരു കൂട്ടം ആടുകൾ പോലും അവർ പിന്തുടരുന്ന പാതയെ കടന്ന് പട്ടികളെ ആശയക്കുഴപ്പത്തിലാക്കാം. എന്നാൽ ആ രാത്രിയിൽ നമ്മുടെ വയലുകളിലെ ഒരേയൊരു മാന്ത്രിക ജീവി ഈ ഒറ്റക്കൊമ്പൻ മൃഗമായിരുന്നു. അതിന്റെ ഗന്ധം ഭൗമിക പുല്ലുകൾക്ക് മുകളിൽ തെറ്റുപറ്റാത്തതായിരുന്നു. അവനെ കാട്ടിലൂടെയും ഒരു താഴ്വരയിലേക്കും അവർ വേട്ടയാടി. 2 കുറുക്കന്മാരും അവന്റെ കൂടെ ഉണ്ടായിരുന്നു. താഴ്വാരമിറങ്ങുമ്പോൾ അത് ശ്രദ്ധയോടെ കാലുകൾ വെച്ചു. ചരിവിറങ്ങുമ്പോൾ അതിന്റെ ഭാരം അതിനെ വേദനിപ്പിക്കുന്നതുപോലെയായിരുന്നു. എന്നിട്ടും അതിന്റെ വേഗത പട്ടികൾക്കിറങ്ങിപ്പോകുന്ന വേഗതയോളം വേഗത്തിലായിരുന്നു. പിന്നെ അത് താഴ്വാരത്തിന്റെ ഒരു ഭാഗത്തേക്കൽപ്പം നീങ്ങി. കുന്നിറങ്ങിയ ഉടൻ തന്നെ അതിന്റെ ഇടതുവശത്തേക്ക് തിരിഞ്ഞു. പക്ഷേ പട്ടികൾ അതിനെ മറിനടന്നു. അത് എതിർചരിവിലേക്ക് തിരിഞ്ഞു. അപ്പോഴതിന്റെ ക്ഷീണം മറയ്ക്കാൻ കഴിഞ്ഞില്ല. എല്ലാ വന്യജീവികളും അവസാനം വരെ മറയ്ക്കുന്ന ആ കാര്യം. അതിന്റെ കാലുകൾ അതിന്റെ ശരീരത്തെ ഭാരത്തോടെ വലിക്കുന്നതുപോലെ അത് ഓരോ ചുടുക്കും കഷ്ടപ്പെട്ട് കയറി. എതിർചെരവിൽ നിന്ന് ഓറിയോൺ അത് കണ്ടു. ഒറ്റക്കൊമ്പൻ മൃഗം മുകളിലെത്തിയപ്പോൾ വേട്ടപ്പട്ടികൾ അതിന്റെ അടുത്തായിരുന്നു. അത് പെട്ടെന്ന് അതിന്റെ വലിയ ഒറ്റക്കൊമ്പ് വെച്ച് തിരിഞ്ഞ് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അവയ്ക്ക് മുന്നിൽ നിന്നു. അപ്പോൾ വേട്ടപ്പട്ടികൾ അതിനു ചുറ്റുനിന്ന് കുരച്ചു.
എന്നാൽ കൊമ്പ് അത്ര വേഗത്തോടെയും മനോഹരമായി വീശിയതുകൊണ്ട് ഒരു പട്ടിക്കും അതിനെ പിടിക്കാൻ കഴിഞ്ഞില്ല. മരണം കണ്ടാൽ അവർക്ക് മനസ്സിലാകും. അതിനെ പിടിക്കാൻ ആകാംക്ഷ ഉണ്ടായിരുന്നെങ്കിലും ആ മിന്നുന്ന കൊമ്പിൽ നിന്ന് അവർ പിന്നോട്ട് ചാടി. അപ്പോൾ ഓറിയോൺ അവന്റെ വില്ലുമായി അടുത്തു. പക്ഷെ അവൻ അമ്പെയ്തില്ല. ഒരുപക്ഷേ തന്റെ വേട്ടപ്പട്ടികളുടെ കൂട്ടത്തിലൂടെ സുരക്ഷിതമായി ഒരു അമ്പ് കടത്തിവിടാൻ പ്രയാസമായതുകൊണ്ടാവാം. അല്ലെങ്കിൽ നമുക്കിടയിൽ ഇന്നുള്ളതും പുതിയതല്ലാത്തതുമായ ഒരു തോന്നൽ അവനുണ്ടായി, ഒറ്റക്കൊമ്പൻ മൃഗത്തോട് ഇത് നീതികേടാണെന്നുള്ളത്. പക്ഷേ അവൻ അനീതിയൊന്നും ചെയ്തില്ലെന്ന് പറയുന്നു ആ മാസത്തിൽ. പകരം അവൻ ധരിച്ചിരുന്ന ഒരു പഴയ വാളെടുത്ത് വേട്ടപ്പട്ടികൾക്കിടയിലൂടെ മുന്നോട്ടു നീങ്ങി ആ മാരകമായ കൊമ്പുമായി ഏറ്റുമുട്ടി. ഒറ്റക്കൊമ്പൻ മൃഗം അതിന്റെ കഴുത്ത് വളച്ചു. കൊമ്പ് ഓറിയോണിന്റെ നേർക്ക് മിന്നി. ഒറ്റക്കൊമ്പൻ മൃഗം ക്ഷീണിതനായിരുന്നെങ്കിലും അത് ലക്ഷ്യമിട്ട പ്രഹരത്തിനു പിന്നിൽ അതിന്റെ പേശികളുള്ള കഴുത്തിൽ വലിയൊരു ശക്തി അവശേഷിച്ചിരുന്നു. ഓറിയോൺ കഷ്ടിച്ചത് തടഞ്ഞു. അവൻ ഒറ്റക്കൊമ്പൻ മൃഗത്തിന്റെ കഴുത്തിൽ കുത്തി. എന്നാൽ ആ വലിയ കൊമ്പ് വാളിനെ ലക്ഷ്യത്തിൽ നിന്നും അകറ്റി വീണ്ടും ഓറിയോണിന്റെ നേർക്ക് കുതിച്ചു. അവൻ തന്റെ മുഴുവൻ കൈയുടെ ശക്തിയും കൊണ്ട് വീണ്ടും അത് തടഞ്ഞു. ഒരിഞ്ചു മാത്രമേ അവശേഷിച്ചുള്ളൂ. അവൻ വീണ്ടും കഴുത്തിൽ കുത്തി. ഒറ്റക്കൊമ്പൻ മൃഗം വാളിന്റെ കുത്ത് പുച്ഛത്തോടെ തടഞ്ഞു. വീണ്ടും ഒറ്റക്കൊമ്പൻ മൃഗം ഓറിയോണിന്റെ ഹൃദയത്തിൽ ലക്ഷ്യമിട്ടു. ആ വലിയ വെള്ളമൃഗം മുന്നോട്ട് ചുവടുവെച്ച് ഓറിയോണിനെ പിന്നോട്ടു തള്ളി. അതിന്റെ മനോഹരമായ വളഞ്ഞ കഴുത്ത്, മാരകമായ കൊമ്പിനെ നയിക്കുന്ന അതിന്റെ വെള്ളയും കഠിനവുമായ പേശികളുള്ള വളഞ്ഞ ഭാഗം ഓറിയോണിന്റെ കയ്യെ ക്ഷീണിപ്പിച്ചു. വീണ്ടും അവൻ കുത്തിയും പരാജയപ്പെട്ടു. നക്ഷത്രവെളിച്ചത്തിൽ ഒറ്റക്കൊമ്പൻ മൃഗത്തിന്റെ കണ്ണ് ദുഷ്ടനായി മിന്നുന്നതവൻ കണ്ടു. അതിന്റെ കഴുത്തിന്റെ ഭയങ്കരമായ വളഞ്ഞ ഭാഗം അവൻ വെള്ളനിറത്തിൽ കണ്ടു. ഇനി അതിന്റെ വലിയ പ്രഹരങ്ങൾ തടയാൻ തനിക്ക് കഴിയില്ലെന്നവൻ അറിഞ്ഞു. അപ്പോൾ ഒരു വേട്ടപ്പട്ടി വലത് ഷോൾഡറിൽ പിടിമുറുക്കി. ഒരു നിമിഷത്തിനുള്ളിൽ തന്നെ മറ്റു പല വേട്ടപ്പട്ടികളും ഓരോന്നിനും ഇഷ്ടമുള്ള പിടിമുറുക്കി ഒറ്റക്കൊമ്പൻ മൃഗത്തിനു മുകളിലേക്ക് ചാടി. അവ യാദൃച്ഛികമായി ഉരുളുകയും നീങ്ങുകയും ചെയ്യുന്ന ഒരു കൂട്ടം പോലെയാണ് കാണപ്പെട്ടതെങ്കിലും ഓറിയോൺ കൂടുതൽ കുത്തിയില്ല. കാരണം പെട്ടെന്ന് തന്നെ ധാരാളം വേട്ടപ്പട്ടികൾ അവനും അവന്റെ ശത്രുവിന്റെ കഴുത്തിനുമിടയിൽ വന്നു. ഒറ്റക്കൊമ്പൻ മൃഗത്തിൽ നിന്നും ഭയങ്കരമായ ഞെരക്കങ്ങൾ വന്നു. നമുക്കറിയാവുന്ന വയലുകളിൽ കേൾക്കാത്ത ശബ്ദങ്ങൾ. പിന്നെ ആഴത്തിലുള്ള മുരൾച്ച മാത്രമേ മറ്റൊരു ശബ്ദവും ഉണ്ടായിരുന്നുള്ളൂ. വേട്ടപ്പട്ടികൾ ആ അത്ഭുതകരമായ ശവത്തിനു മുകളിൽ, ആ ഇതിഹാസകരമായ രക്തത്തിനു മുകളിൽ രസിച്ചു. അധ്യായം 20. ഒരു ചരിത്രവസ്തുത. ക്രോധത്താലും വിജയത്താലും ഉന്മത്തരായ വേട്ടപ്പട്ടികൾക്കുമിടയിൽ ഒറിയോൺ തന്റെ ചാട്ടവാറുമായി അവയെ ആ ഭീമാകാരമായ ജഡത്തിൽ നിന്ന് അകറ്റി നിർത്തി. ചാട്ടവാർ വിശാലമായ ഒരു വൃത്തത്തിൽ കറക്കി മറുകൈയിൽ വാളെടുത്ത് യൂണിക്കോണിന്റെ തലയറുത്തു. നീണ്ട വെള്ളക്കഴുത്തിലെ ചർമ്മം കൂടി ഊരിയെടുത്ത് തലയിൽ നിന്ന് ഒഴിഞ്ഞുതാഴുന്ന രീതിയിൽ അവൻ കൊണ്ടുപോന്നു. ഈ സമയം അത്രയും പട്ടികൾ കുരച്ചുകൊണ്ട് ആ മാന്ത്രിക ശരീരം ആക്രമിക്കാൻ ആവേശത്തോടെ ഓരോന്നായി പാഞ്ഞെടുത്തു. ഓരോന്നിനും ചാട്ടവാറിനെ വെട്ടിച്ച് രക്ഷപ്പെടാൻ അവസരം കിട്ടുമ്പോഴെല്ലാം. അതിനാൽ ഒറിയോണിന് തന്റെ ട്രോഫി നേടാൻ ഏറെ സമയമെടുത്തു. വാളുകൊണ്ട് ജോലി ചെയ്തതിനേക്കാൾ കൂടുതൽ അവന്റെ ചാട്ടവാറുകൊണ്ട് കഠിനാധ്വാനം ചെയ്യേണ്ടി വന്നു. ഒടുവിൽ ഒരു തുകൽ വള്ളിയിൽ അതിനെ തോളിലിട്ട് വലിയ കൊമ്പ് അവന്റെ തലയുടെ വലതുവശത്തേക്ക് മുകളിലേക്ക് ചൂണ്ടി നിൽക്കുന്ന രീതിയിലും രക്തക്കറ പുരണ്ട തൊലി പുറകിലേക്ക് തൂങ്ങിക്കിടക്കുന്ന രീതിയിലും അവൻ ക്രമീകരിച്ചു. അത് ക്രമീകരിക്കുന്നതിനിടയിൽ അവൻ പട്ടികളെ വീണ്ടും ആ ശരീരത്തെ ആക്രമിക്കാനും ആ അത്ഭുത രക്തം നുണയാനും അനുവദിച്ചു. പിന്നീട് അവൻ അവയെ വിളിക്കുകയും കൊമ്പിലൊരു ശബ്ദമുഴക്കുകയും ചെയ്തു. പതിയെ ഏർലിലേക്ക് തിരികെ നടന്നു. അവയെല്ലാം അവന്റെ പിന്നാലെ കൂടി. 2 കുറുക്കന്മാർ ആ കൗതുകകരമായ രക്തം നുണയാൻ അടുത്തേക്ക് പതിയെ വന്നു. കാരണം അവ അതിനുവേണ്ടി കാത്തിരിക്കുകയായിരുന്നു. യൂണിക്കോൺ തന്റെ അവസാനത്തെ കുന്നിൻ മുകളിലേക്ക് കയറുമ്പോൾ ഒറിയോണിന് അതിയായ ക്ഷീണം തോന്നിയിരുന്നു. ഇനിയും മുന്നോട്ടു പോകാൻ അവർ കഴിയില്ലെന്നും തോന്നി. എന്നാൽ കനത്ത തല തന്റെ തോളിൽ തൂങ്ങിയപ്പോൾ അവന്റെ ക്ഷീണമെല്ലാം അകന്നുപോയി. രാവിലെ നടന്നിരുന്ന അതേ ലാഘവത്തോടെ അവൻ കാൽവച്ചു. കാരണം ഇത് അവന്റെ ആദ്യത്തെ യൂണിക്കോണായിരുന്നു. അവന്റെ പട്ടികളും ഉന്മേഷം പ്രാപിച്ചതുപോലെ തോന്നി. അവ നുണഞ്ഞ രക്തത്തിനെന്തോ അത്ഭുതശക്തിയുള്ളതുപോലെ അവ തങ്ങളുടെ കൂട്ടിൽ നിന്ന് പുതിയതായി തുറന്നുവിട്ടതുപോലെ കുതിച്ചും ചാടിയും മുന്നോട്ടു പാഞ്ഞു മാർപ്പു വിളിക്കുകയും ചെയ്ത് വീട്ടിലേക്ക് മടങ്ങി. അങ്ങനെ ഒറിയോൺ രാത്രിയിൽ കുന്നിൻ ചെരുവുകളിലൂടെ വീട്ടിലേക്ക് വന്നു. മുന്നിൽ ഏർലിന്റെ പുക നിറഞ്ഞ താഴ്വാര കണ്ടു. അവന്റെ ഗോപുരങ്ങളിൽ ഒന്നിലെ ജനലിൽ ഒരു വിളക്കു മാത്രം അപ്പോഴും കത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. പരിചയമുള്ള വഴികളിലൂടെ ചെരുവുകൾ ഇറങ്ങിവന്ന് അവൻ തന്റെ പട്ടികളെ കൂട്ടിൽ വിട്ടു. പുലരിയുടെ വെളിച്ചൻ കുന്നിൻ മുകളിൽ തൊട്ടതിനു തൊട്ടുമുമ്പ് അവന്റെ കോട്ടവാതിലിനു മുന്നിൽ അവൻ കൊമ്പുമുഴക്കി. ഒറിയോണിനു വേണ്ടി വാതിൽ തുറന്നപ്പോൾ വൃദ്ധനായ കാവൽക്കാരൻ അവന്റെ തലയ്ക്കു മുകളിലൂടെ യൂണിക്കോണിന്റെ വലിയ കൊമ്പ് കുലുങ്ങുന്നത് കണ്ടു. ഈ കൊമ്പാണ് പിൽക്കാലത്ത് ഫ്രാൻസിസ് രാജാവിന് മാർപ്പാപ്പ സമ്മാനമായി കൊടുത്തത്. ബെൻവനുട്ട ചെല്ലിനി തന്റെ ഓർമ്മക്കുറിപ്പുകളിൽ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്.
ക്ലെമൻ മാർപ്പാപ്പ തന്നെയും ടോബിയെ എന്ന ഒരാളെയും വിളിപ്പിച്ച് കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച യൂണിക്കോൺ കൊമ്പ് അലങ്കരിക്കാൻ രൂപകൽപ്പന ചെയ്യാൻ ആവശ്യപ്പെട്ടതിനെക്കുറിച്ചും അദ്ദേഹം പറയുന്നു. അപ്പോൾ ചിന്തിച്ചു നോക്കുക, ഒറിയോണിന്റെ ആദ്യത്തെ യൂണിക്കോണിന്റെ കൊമ്പ് തലമുറകൾക്ക് ശേഷവും കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ചതായി കണക്കാക്കപ്പെട്ടപ്പോൾ അവനുണ്ടായ സന്തോഷം. അതും റോം പോലെ ഒരു നഗരത്തിൽ അത്തരം വസ്തുക്കൾ ശേഖരിക്കാനും താരതമ്യം ചെയ്യാനും എല്ലാ അവസരങ്ങളുമുള്ള ഒരു നഗരത്തിൽ. കാരണം മാർപ്പാപ്പയ്ക്ക് സമ്മാനത്തിനായി ഏറ്റവും മികച്ചത് തിരഞ്ഞെടുക്കാൻ ഇത്തരത്തിൽ നിരവധി കൊമ്പുകൾ ലഭ്യമായിരിക്കണം. എന്നാൽ എന്റെ കഥയുടെ ഈ ലളിതമായ കാലഘട്ടത്തിൽ ഈ കൊമ്പിന്റെ അപൂർവത എത്ര വലുതായിരുന്നു എന്ന് വെച്ചാൽ യൂണിക്കോണുകളെ ഇപ്പോഴും ഒരു ഐതിഹ്യം മാത്രമായിട്ടാണ് കരുതിയിരുന്നത്. ഫ്രാൻസിസ് രാജാവിന് സമ്മാനം നൽകിയ വർഷം ഏകദേശം 1530 ആയിരിക്കും. സ്വർണത്തിൽ കൊമ്പലങ്കരിച്ചിരുന്നു. കരാർ തോബിയയ്ക്കാണ് ലഭിച്ചത് എന്നും ബെൻവെനുട്ടോ ചെല്ലിനിക്കല്ല എന്നും. ഞാൻ ഈ തീയതി സൂചിപ്പിക്കുന്നത് കഥ കേൾക്കുന്നതിനേക്കാൾ ചരിത്രത്തെ ഇഷ്ടപ്പെടുന്ന ചിലരുണ്ടെന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ്. അവർക്കൊരു ചരിത്രവസ്തുതയോ തീയതിയോ ഇല്ലെങ്കിൽ കഥയാത്ര ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല. അങ്ങനെയുള്ള വായനക്കാർ ഒറിയോണിന്റെ ഭാഗ്യം ഇതുവരെ പിന്തുടർന്നിട്ടുണ്ടെങ്കിൽ അവർക്കൊരു തീയതിയോ ചരിത്രവസ്തുതയോ അറിയാൻ വിശന്നിരിക്കും. തീയതി 1530 ചരിത്രവസ്തുതയായി ബെൻവെനുട്ടോ ചെല്ലിനി രേഖപ്പെടുത്തിയ ആ ഔദാര്യം നിറഞ്ഞ സമ്മാനം ഞാൻ തിരഞ്ഞെടുക്കുന്നു. യൂണിക്കോണിന്റെ ഭാഗത്തേക്ക് എത്തിയപ്പോൾ അത്തരം വായനക്കാർക്ക് ചരിത്രത്തിൽ നിന്ന് വളരെ അകലെയാണെന്ന് തോന്നിയിട്ടുണ്ടാകാം. ചരിത്രപരമായ കാര്യങ്ങളില്ലാത്തതുകൊണ്ട് അവർക്ക് ഏകാന്തത തോന്നിയിരിക്കാം. യൂണിക്കോണിന്റെ കൊമ്പ് എങ്ങനെയാണ് എർലിലെ കൊട്ടാരത്തിൽ നിന്ന് പുറത്തെത്തിയത്, അത് ആരൊക്കെ കൈവശം വെച്ചു, അവസാനം റോമൻ നഗരത്തിൽ എങ്ങനെയെത്തിയത് എന്നൊക്കെ മറ്റൊരു പുസ്തകത്തിന് വിഷയമാക്കാവുന്നതാണ്. എങ്കിലും ആ കൊമ്പിനെക്കുറിച്ച് എനിക്കിപ്പോൾ ഇത്രയേ പറയാനുള്ളൂ. ഓറിയോൺ മുഴുവൻ തലയും ട്രെല്ലിന് കൊടുത്തു. ട്രെൽ അതിന്റെ തൊലി ഉരിച്ചു കഴുകി തലയൊട്ടി മണിക്കൂറുകൾ താളം തിളപ്പിച്ചു. ശേഷം തൊലി വീണ്ടും തലയൊട്ടിയിൽ വെച്ച് കഴുത്തിൽ വൈക്കോൽ നിറച്ചു. ഒറിയോൺ അതിനെ ഉയരത്തിൽ ഹാളിൽ തൂങ്ങിയിട്ടിരുന്ന എല്ലാ തലകൾക്കുമിടയിൽ നടുവിലായി വെച്ചു. ഒറിയോൺ നേടിയ ഈ മികച്ച കൊമ്പിനെക്കുറിച്ചുള്ള കിംവദന്തികൾ യൂണിക്കോണുകൾ പാഞ്ഞുപോകുന്നത്ര വേഗത്തിൽ എർലിലെല്ലാം പടർന്നു. അതിനാൽ എർലിലെ പാർലമെന്റ് വീണ്ടും നാർലിന്റെ കൊല്ലപ്പണിശാലയിൽ സമ്മേളിച്ചു. അവരവിടെ മേശയ്ക്ക് ചുറ്റുമിരുന്ന് ഈ കിംവദന്തിയെക്കുറിച്ച് ചർച്ച ചെയ്തു. ട്രെല്ലിനു പുറമേ മറ്റുള്ളവരും ആ തല കണ്ടിരുന്നു. ആദ്യമൊക്കെ പഴയ ഭിന്നതകളുടെ പേരിൽ ചിലർ അവിടെ യൂണിക്കോണില്ലായിരുന്നു എന്ന അവരുടെ അഭിപ്രായത്തിൽ ഉറച്ചുനിന്നു. അവർ നാർലിന്റെ നല്ല മേട് കുടിച്ച് ആ മൃഗത്തിനെതിരെ തർക്കിച്ചു. എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോൾ ട്രെല്ലിന്റെ വാദങ്ങൾ അവരെ ബോധ്യപ്പെടുത്തിയതുകൊണ്ടോ അതല്ല എങ്കിൽ മീഡിന്റെ സൗരഭ്യത്തിൽ നിന്ന് മനോഹരമായ ഒരു പുഷ്പം പോലെ ഉയർന്നുവന്ന ഉദാരമനസ്സത് അവരെ കീഴടക്കിയതുകൊണ്ടോ എന്താണ് കാരണമെന്നറിയില്ല, വാദിക്കുന്നവരുടെ വാദങ്ങൾ ദുർബലമായി. വോട്ട് ചെയ്തപ്പോൾ യൂണിക്കോണിനെ ഒറിയോൺ കൊന്നു എന്ന് പ്രഖ്യാപിക്കപ്പെട്ടു. അവൻ നമുക്കറിയാവുന്ന വയലുകൾക്കപ്പുറത്തുനിന്ന് വേട്ടയാടി ഇങ്ങോട്ട് കൊണ്ടുവന്നതാണത്. ഇതിൽ എല്ലാവരും സന്തോഷിച്ചു. കാരണം വർഷങ്ങൾക്ക് മുമ്പ് അവർക്ക് കുറച്ചുകൂടി പ്രായവും അവരുടെ പദ്ധതികളിൽ കൂടുതൽ പ്രതീക്ഷയുമുണ്ടായിരുന്നപ്പോൾ അവർ ആഗ്രഹിക്കുകയും ആസൂത്രണം ചെയ്യുകയും ചെയ്ത മായാജാലം ഒടുവിൽ അവർ കണ്ടു. വോട്ടെടുപ്പ് കഴിഞ്ഞയുടൻ നാൾ കൂടുതൽ മീഡ് കൊണ്ടുവന്നു. അവർ ആ സന്തോഷകരമായ അവസരം ആഘോഷിക്കാൻ വീണ്ടും കുടിച്ചു. ഒറിയോണിൽ ഒടുവിൽ മായാജാലം വന്നുചേർന്നിരിക്കുന്നു. എർലിനൊരു മഹത്തായ ഭാവി തീർച്ചയായും കാത്തിരിക്കുന്നു എന്ന് അവർ പറഞ്ഞു. നീണ്ട മുറിയും മെഴുകുതിരികളും സൗഹൃദമുള്ള മനുഷ്യരും മീഡിന്റെ ആഴത്തിലുള്ള സൗകര്യവും അല്പം മുന്നോട്ടു നോക്കാൻ അവരെ സഹായിച്ചു. ഇതുവരെ വന്നിട്ടില്ലാത്ത 1-2 വർഷങ്ങളെ കാണാനും അല്പം അകലത്തിളങ്ങുന്ന മഹത്വങ്ങൾ കാണാനും അവർ തങ്ങളിഷ്ടപ്പെട്ട താഴ്വരയെക്കുറിച്ച്, ദൂരദേശങ്ങൾ കേൾക്കുന്ന ദിവസത്തെക്കുറിച്ച് വീണ്ടും പറഞ്ഞു. എർലിലെ വയലുകളുടെ പ്രശസ്തി നഗരങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്ക് പോകുമെന്ന് അവർ വീണ്ടും പറഞ്ഞു. ഒരാൾ അതിന്റെ കോട്ടയെ പ്രശംസിച്ചു, മറ്റൊരാൾ അതിന്റെ വലിയ കുന്നുകളെ, വേറൊരാൾ എല്ലാ നാട്ടിൽ നിന്നും മറഞ്ഞിരിക്കുന്ന താഴ്വരയെ, മറ്റൊരാൾ പഴയ ആളുകൾ നിർമ്മിച്ച മനോഹരമായ വീടുകളെ, മറ്റൊരാൾ ചക്രവാളത്തിനപ്പുറമുള്ള ആഴമുള്ള വനങ്ങളെ. ലോകം മുഴുവൻ ഇതിനെക്കുറിച്ചെല്ലാം കേൾക്കുന്ന സമയത്തെക്കുറിച്ച് എല്ലാവരും സംസാരിച്ചു. കാരണം ഒറിയോണിലുള്ള മായാജാലം കൊണ്ടാണത്. കാരണം ലോകത്തിന് മായാജാലത്തോടുള്ള വേഗതയുള്ള താൽപ്പര്യത്തെക്കുറിച്ച് അവർക്കറിയാമായിരുന്നു. ഏതാണ്ട് ഉറക്കത്തിലാണെങ്കിൽ പോലും അത്ഭുതങ്ങളിലേക്ക് തിരിയുമെന്നും അവർക്കറിയാമായിരുന്നു. മായാജാലത്തെ പ്രശംസിച്ചുകൊണ്ട്, യൂണിക്കോണിനെക്കുറിച്ച് വീണ്ടും പറഞ്ഞുകൊണ്ട്, എർലിന്റെ ഭാവിയെക്കുറിച്ച് അഭിമാനിച്ചുകൊണ്ട് അവരുടെ ശബ്ദമുയർന്നപ്പോൾ പെട്ടെന്ന് വാതിൽക്കൽ ഫ്രയർ വന്നു നിന്നു. തന്റെ വെള്ളവസ്ത്രവും അതിന്റെ ഇളം വയലറ്റ് അരികുകളുമായി രാത്രിയെ പിന്നിലാക്കി അയാൾ വാതിൽക്കൽ നിന്നു. അവർ നോക്കിയപ്പോൾ മെഴുകുതിരികളുടെ വെളിച്ചത്തിൽ അയാൾ കഴുത്തിൽ സ്വർണമാലയിൽ ഒരു ചിഹ്നം ധരിച്ചിരിക്കുന്നത് അവർക്ക് കാണാൻ കഴിഞ്ഞു. നാൾ അയാളെ സ്വാഗതം ചെയ്തു. ചിലർ മേശയിലേക്കൊരു കസേര നീക്കി. പക്ഷേ അയാൾ യൂണിക്കോണിനെക്കുറിച്ച് സംസാരിക്കുന്നത് കേട്ടിരുന്നു. അയാൾ നിന്നിടത്തു നിന്ന് ശബ്ദമുയർത്തി ആളെ അഭിസംബോധന ചെയ്തു. യൂണിക്കോണുകളും അവയുടെ വഴികളും മായാജാലമുള്ള എല്ലാ വസ്തുക്കളും ശപിക്കപ്പെട്ടതാകട്ടെ, അയാൾ പറഞ്ഞു.
മനസ്സിൽ പെട്ടെന്നു വന്ന ഭയത്തിൽ മുറിയുടെ ശാന്തത മാറിയപ്പോൾ ഒരാൾ വിളിച്ചു പറഞ്ഞു, യജമാനനെ, ഞങ്ങളെ ശപിക്കരുതേ. നല്ല ഫ്രയറെ, ഞങ്ങൾ യൂണിക്കോണിനെ വേട്ടയാടിയിട്ടില്ല, നാൾ പറഞ്ഞു. പക്ഷേ ഫ്രയർ യൂണിക്കോണുകൾക്കെതിരെ കൈയുയർത്തി. അവയെ വീണ്ടും ശപിച്ചു. അവയുടെ കൊമ്പും അയാൾ വിളിച്ചു പറഞ്ഞു, അവ വസിക്കുന്ന സ്ഥലവും അവ ഭക്ഷിക്കുന്ന ലില്ലിച്ചെടികളും അവയെക്കുറിച്ച് പറയുന്ന എല്ലാ പാട്ടുകളും ശപിക്കപ്പെട്ടതാകട്ടെ. രക്ഷയില്ലാത്ത എല്ലാത്തിനോടും കൂടെ അവ പൂർണ്ണമായും ശപിക്കപ്പെട്ടതാകട്ടെ. അവരെ യൂണിക്കോണുകളെ തള്ളിപ്പറയാൻ അവർ അനുവദിച്ചുകൊണ്ട് ഒരു നിമിഷം നിന്നു. വാതിൽക്കൽ തന്നെ നിൽക്കുകയും മുറിയിലേക്ക് കർശനമായി നോക്കുകയും ചെയ്തു. അപ്പോഴവർ യൂണിക്കോണിന്റെ മിനുസമുള്ള ചർമ്മത്തെക്കുറിച്ചും അതിന്റെ വേഗതയെക്കുറിച്ചും കഴുത്തിന്റെ മനോഹാരിതയെക്കുറിച്ചും വൈകുന്നേരങ്ങളിൽ എർലിനെ കടന്നുപോകുമ്പോൾ കാണുന്ന അതിന്റെ മങ്ങിയ സൗന്ദര്യത്തെക്കുറിച്ചും ചിന്തിച്ചു. അതിന്റെ ധീരവും ഭയങ്കരവുമായ കൊമ്പവർ ഓർത്തു. അതിനെക്കുറിച്ച് പറയുന്ന പഴയ പാട്ടുകളവർ ഓർത്തു. അവർ അസ്വസ്ഥമായ നിശബ്ദതയിലിരുന്നു. യൂണിക്കോണിനെ തള്ളിപ്പറയാൻ തയ്യാറായില്ല. അവരുടെ മനസ്സിലുള്ളതെന്താണെന്ന് ഫ്രയറിനറിയാമായിരുന്നു. അയാൾ വീണ്ടും കൈയുയർത്തി. രാത്രിയെ പിന്നിലാക്കി അത് മെഴുകുതിരി വെളിച്ചത്തിൽ വ്യക്തമായിരുന്നു. അവയുടെ വേഗതയും അവയുടെ മിനുസമുള്ള വെള്ളച്ചർമ്മവും അവയുടെ സൗന്ദര്യവും അവയ്ക്കുള്ള മായാജാലവും അവയ്ക്കുവേണ്ടി മായാജാല വരുളികളിലൂടെ നടക്കുന്ന എല്ലാത്തിനെയും ശപിക്കട്ടെ. എന്നിട്ടും അയാൾ വിലക്കിയ കാര്യങ്ങളോട് അവർക്ക് നീണ്ടുനിൽക്കുന്ന സ്നേഹമുണ്ടെന്ന് അവരുടെ കണ്ണിൽ അയാൾക്ക് കാണാൻ കഴിഞ്ഞു. അതുകൊണ്ട് അയാൾക്ക് നിർത്താൻ കഴിഞ്ഞില്ല. അയാൾ ശബ്ദം ഒന്നുകൂടി ഉയർത്തി ആ അസ്വസ്ഥമായ മുഖങ്ങളിലേക്ക് കർശനമായി നോക്കിക്കൊണ്ട് തുടർന്നു. ഭൂമിയിലുള്ള ട്രോളുകൾ, പിശാചുക്കൾ, ഗോബ്ലിനുകൾ, യക്ഷികൾ, വായുവിലുള്ള ഹൈപ്പോഗ്രിഫുകൾ, പെഗാസസ്, കടലിനടിയിലുള്ള മത്സ്യജനതയുടെ എല്ലാ ഗോത്രങ്ങളും ശപിക്കപ്പെട്ടതാകട്ടെ. നമ്മുടെ വിശുദ്ധ ആചാരങ്ങളവയെ വിലക്കുന്നു. എല്ലാ സംശയങ്ങളും എല്ലാ അസാധാരണ സ്വപ്നങ്ങളും എല്ലാ ഭാവനകളും ശപിക്കപ്പെട്ടതാകട്ടെ. എല്ലാ തദർത്തുറിയിലെ മനുഷ്യരും മായാജാലത്തേക്കിൽ നിന്ന് തിരിയട്ടെ. ആമേൻ. അയാൾ പെട്ടെന്ന് തിരിഞ്ഞ് രാത്രിയിലേക്ക് കടന്നുപോയി. ഒരു കാറ്റ് വാതിൽക്കൽ തങ്ങി, പിന്നീടത് അടഞ്ഞുപോയി. നാളിന്റെ കൊല്ലപ്പള്ളിശാലയിലെ വലിയ മുറി ഏതാനും നിമിഷം മുമ്പ് എങ്ങനെയായിരുന്നോ അങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ അതിന്റെ ശാന്തമായ ഭാവം മങ്ങിയതുപോലെ തോന്നി. അപ്പോൾ നാൾ സംസാരിച്ചു. മേശയുടെ അറ്റത്തു നിന്ന് എഴുന്നേറ്റ് നിശബ്ദതയുടെ വിഷാദം ഭേദിച്ചുകൊണ്ട്, ഇത്രയും കാലം നമ്മൾ നമ്മുടെ പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയും മായാജാലത്തിൽ വിശ്വസമർപ്പിക്കുകയും ചെയ്തത് ഇപ്പോൾ മായാജാലത്തെ ഉപേക്ഷിക്കാനും നമുക്കറിയാവുന്ന വയലുകൾക്കപ്പുറമുള്ള നിരുപദ്രവകാരികളായ അയൽവാസികളെയും വായുവിലെ മനോഹരമായ വസ്തുക്കളെയും കടലിനടിയിൽ മരിച്ച നാവികരുടെ കാമുകിമാരെയും ശപിക്കാനാണോ? നല്ല ചിലർ പറഞ്ഞു. അവർ വീണ്ടും മീട് നുകർന്നു. പിന്നീടൊരാൾ തന്റെ മീടിന്റെ കൊമ്പുയർത്തി. പിന്നെ മറ്റൊരാൾ, അങ്ങനെ മെഴുകുതിരികൾക്ക് ചുറ്റും എല്ലാവരും നേരെ നിന്നു. മായാജാലം, ഒരാൾ വിളിച്ചു പറഞ്ഞു. ബാക്കിയുള്ളവർ ഒന്നടങ്കം ആ വിളിയേറ്റെടുത്തുകൊണ്ട് എല്ലാവരും മായാജാലം എന്ന അർത്ഥം വിളിച്ചു. വീട്ടിലേക്ക് മടങ്ങുന്ന വഴിക്ക് ഫ്രയർ ആ മായാജാലം എന്ന വിളി കേട്ടു. അയാൾ തന്റെ വിശുദ്ധ വസ്ത്രവും കൂടുതൽ മുറുക്കെ പിടിച്ചു. തന്റെ വിശുദ്ധ വസ്തുക്കൾ മുറുക്കി പിടിച്ചു. പെട്ടെന്നുള്ള ഭൂതങ്ങളിൽ നിന്നും മൂടൽമഞ്ഞൽ സംശയമുള്ള വസ്തുക്കളിൽ നിന്നും തന്നെ രക്ഷിക്കുന്ന ഒരു മന്ത്രമുരുവിച്ചു. അധ്യായം 21. ഭൂമിയുടെ അതിർത്തിയിൽ. ആ ദിവസം ഓറിയോൺ തന്റെ വേട്ടപ്പട്ടികൾക്ക് വിശ്രമം നൽകി. എന്നാൽ പിറ്റേന്ന് അതിരാവിലെ അവൻ എഴുന്നേക്ക് തന്റെ നായക്കൂടുകളിലേക്ക് പോയി. ആഹ്ലാദഭരിതരായ നായകളെ ആ തിളക്കമുള്ള പ്രഭാതത്തിൽ അഴിച്ചുവിട്ട് താഴ്വരയിൽ നിന്ന് കുന്നുകളിലൂടെ വീണ്ടും ആ സന്ധ്യാപ്രദേശത്തിന്റെ അതിർത്തിയിലേക്ക് നയിച്ചു. ഇത്തവണ അവൻ തന്റെ വില്ലു കൊണ്ടുപോയില്ല, വാളും ചാട്ടവാറും മാത്രം. കാരണം ഏകകൊമ്പൻ രാക്ഷസനെ വേട്ടയാടുമ്പോൾ തന്റെ 15 നായകൾക്കുണ്ടാകുന്ന ആഹ്ലാദം അവൻ ഇഷ്ടപ്പെട്ടിരുന്നു. ഓരോ നായയുടെയും സന്തോഷത്തിൽ താനും പങ്കുചേരുന്നതായി അവന് തോന്നി. അതേസമയം ഒന്നിനെ അമ്പ് ചെയ്ത് വീഴ്ത്തുന്നത് ഒരൊറ്റ ആഹ്ലാദം മാത്രമായിരിക്കും. പകലുടനീളം അവൻ വയലുകളിലൂടെ സഞ്ചരിച്ചു. അങ്ങിങ്ങായി കണ്ടുമുട്ടിയ കർഷകരെയും തൊഴിലാളികളെയും അഭിവാദ്യം ചെയ്തു. അവർ തിരിച്ചും അവനെ അഭിവാദ്യം ചെയ്യുകയും വേട്ടയ്ക്ക് ആശംസകൾ നേരുകയും ചെയ്തു. എന്നാൽ സായാഹ്നമായ അതിർത്തിക്കടുത്തേക്കെത്തിയപ്പോൾ അവനെ അഭിവാദ്യം ചെയ്യുന്നവരുടെ എണ്ണം കുറഞ്ഞുവന്നു. കാരണം ആരും പോകാത്ത, അവരുടെ ചിന്തകൾ പോലും മടിച്ചു നിൽക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് അവൻ യാത്ര ചെയ്യുന്നതെന്ന് വ്യക്തമായിരുന്നു. അങ്ങനെ അവൻ ഒറ്റയ്ക്ക് നടന്നു. എങ്കിലും അവന്റെ ആകാംക്ഷ നിറഞ്ഞ ചിന്തകളും നായകളുടെ കൂട്ടും അവന്റെ സന്തോഷം നൽകി. അവന്റെ ചിന്തകളും നായകളും ഒരേപോലെ ആ വേട്ടയെക്കുറിച്ചുള്ള ആലോചനയിലായിരുന്നു. അങ്ങനെ അവൻ വീണ്ടും സന്ധ്യാപ്രദേശത്തിന്റെ അതിരിലെത്തി. മനുഷ്യരുടെ വയലുകളിൽ നിന്ന് ഓടിവരുന്ന വേലികൾ അവിടെ വെച്ച് നമ്മുടെ ഭൂമിയിൽ നിന്നുള്ളതല്ലാത്ത ഒരു പ്രകാശത്തിൽ വിചിത്രവും മങ്ങിയതുമായി മാറി സന്ധ്യയിൽ അപ്രത്യക്ഷമായി. അവൻ തന്റെ നായകളോടൊപ്പം ഈ വേലുകളിൽ ഒന്നിനരികായി അത് അതിർത്തിയിലേക്ക് ചേരുന്ന സ്ഥലത്തു നിന്നു. ആ വേലിയിൽ അപ്പോൾ കണ്ട പ്രകാശം നമ്മുടെ ഭൂമിയിലെ ഒന്നിനോട് ഉപമിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ, മഴവില്ലിനാൽ സ്പൃശിക്കപ്പെട്ട ഒരു വേലിയിൽ
ഒരു വയലകലത്തിൽ നിന്ന് മാത്രം കാണാൻ കഴിയുന്ന മങ്ങിയൊരു വെളിച്ചം പോലെയായിരുന്നു അത്. ആകാശത്ത് മഴവില്ല് വ്യക്തമാണെങ്കിലും ഒരു വലിയ വയലകലത്തിൽ അതിന്റെ അറ്റം മങ്ങിയതേ കാണൂ. എങ്കിലും ഒരു ദിവ്യമായ വിചിത്രത ആ വേലിയെ സ്പർശിച്ചിരിക്കുന്നു, മാറ്റം വരുത്തിയിരിക്കുന്നു. അത്തരത്തിലുള്ളൊരു വെളിച്ചത്തിൽ മനുഷ്യരുടെ വയലുകളിൽ വളർന്നിരുന്ന അവസാനത്തെ മുള്ളൻ ചെടികൾ തിളങ്ങി. അതിനപ്പുറം അലഞ്ഞു നടക്കുന്ന വെളിച്ചങ്ങൾ നിറഞ്ഞ ഒരു ദ്രാവക ഓപ്പൽ പോലെ ആ അതിർത്തി കിടന്നിരുന്നു. അതിലൂടെ മനുഷ്യർക്ക് കാണാൻ കഴിയില്ല. എൽഫിൻ കൊമ്പുകളുടെ ശബ്ദമല്ലാതെ മറ്റൊന്നും കേൾക്കാൻ കഴിയില്ല. അതും വളരെ ചുരുക്കം ചിലരുടെ ചെവിക്ക് മാത്രം. അപ്പോഴാ കൊമ്പുകൾ മുഴങ്ങിക്കൊണ്ടിരുന്നു. ആ മങ്ങിയ വെളിച്ചത്തിന്റെയും നിശബ്ദതയുടെയും അതിർത്തിയെ തുളച്ചുകൊണ്ട് അവയുടെ വെള്ളി നിറമുള്ള സ്വരം മാന്ത്രികമായി മുഴങ്ങി. സൂര്യപ്രകാശം ഈഥറിലൂടെ ചന്ദ്രന്റെ താഴ്വരകളെ പ്രകാശനമാക്കാൻ എന്ന പോലെ എല്ലാറ്റിനെയും മറികടന്ന് അത് ഓറിയോന്റെ കാതുകളിൽ എത്തിച്ചേരുന്നതായി തോന്നി. കൊമ്പുകളുടെ ശബ്ദം മങ്ങി. എൽഫ്ലാൻഡിൽ നിന്ന് ഒരു മന്ത്രിക്കലും പോലും ഉണ്ടായില്ല. അന്നുമുതൽ അവിടെ കേട്ട എല്ലാ ശബ്ദങ്ങളും ഒരു ഭൗമിക സന്ധ്യയുടേത് മാത്രമായിരുന്നു. ആ ശബ്ദങ്ങൾ പോലും കുറഞ്ഞുവന്നു. എന്നിട്ടും ഒരേക കൊമ്പനും വന്നില്ല. ഒരു നായ വളരെ ദൂരെയായി കുരച്ചു. ഒരു ഒഴിഞ്ഞ റോഡിലെ ഏക ശബ്ദമായ ഒരു വണ്ടി ക്ഷീണിതമായി വീട്ടിലേക്ക് നീങ്ങി. ഒരു വഴിയിലാരോ സംസാരിച്ചു. പിന്നീട് ആ നിശബ്ദതയെ ഭംഗം വരുത്തിയില്ല. കാരണം വാക്കുകൾ നമ്മുടെ വയലുകളിലാകെ തങ്ങി നിന്ന ശാന്തദേവ്രോണം പറ്റിച്ചതാണായി തോന്നി. ആ ശാന്തതയിൽ ഓറിയോൺ അതിർത്തിയിലേക്ക് നോക്കി. ഒരിക്കലും വരാത്ത ഏകകൊമ്പനുകൾക്കായി കാത്തിരുന്നു. ഓരോ നിമിഷവും ഒന്നാ സന്ധ്യയിലൂടെ കടന്നുവരുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ അവൻ ചെയ്തത് ബുദ്ധിപരമായൊരു കാര്യമായിരുന്നില്ല. കാരണം 2 ദിവസം മുമ്പ് അവൻ 5 ഏകകൊമ്പനുകളെ കണ്ട് അതേ സ്ഥലത്തേക്കാണ് അവൻ വന്നത്. എല്ലാ ജീവികളിലും വച്ച് ഏകകൊമ്പനുകളാണ് ഏറ്റവും ജാഗ്രതയുള്ളത്. മനുഷ്യന്റെ കണ്ണിൽ നിന്ന് അവയുടെ സൗന്ദര്യം നിരന്തരം ജാഗ്രതയോടെയാണ് അവ സംരക്ഷിക്കുന്നത്. നമുക്കറിയാവുന്ന വയലുകൾക്കപ്പുറം പകൽ ദിവസം മുഴുവൻ അവ വസിക്കുന്നു. വളരെ അപൂർവമായി മാത്രം, എല്ലാം ശാന്തമായിരിക്കുമ്പോൾ അതീവ ജാഗ്രതയോടെയാണ് അവ വൈകുന്നേരങ്ങളിൽ പ്രവേശിക്കുന്നത്. അപ്പോഴും അതിർത്തികൾക്കപ്പുറം അവ കടന്നുപോകാറില്ല. അത്തരത്തിലുള്ള മൃഗങ്ങളെ 2 ദിവസത്തിനുള്ളിൽ ഒരേ സ്ഥലത്ത് വച്ച് വേട്ടപ്പട്ടികളോടൊപ്പം കാണുന്നത് ഓറിയോൺ കരുതിയതിനേക്കാളും അസാധ്യമായൊരു കാര്യമായിരുന്നു. പക്ഷേ അവന്റെ ഹൃദയം വേട്ടയുടെ വിജയത്താൽ നിറഞ്ഞതിനാൽ അതതിനെ പ്രലോഭിപ്പിക്കാനുള്ള കഴിവുള്ളതായതുകൊണ്ട് അതവനെ അവിടേക്ക് തിരികെ ആകർഷിച്ചു. ഇപ്പോൾ അവൻ അതിർത്തിയിലേക്ക് നോക്കി. ഈ മഹത്തായൊരു ജീവികളിലൊന്ന് ആ മങ്ങിയ ഓപ്പൽ തിളക്കത്തിൽ നിന്ന് ഒരു മഹത്തായ സ്പർശിക്കാൻ കഴിയുന്ന രൂപമായി അഭിമാനത്തോടെ കടന്നുവരുമെന്ന്. പക്ഷേ ഒരേ ഏകകൊമ്പനും വന്നില്ല. അങ്ങനെ വളരെ നേരം നോക്കി നിന്നപ്പോൾ ആ ആകാംക്ഷ നൽകുന്ന അതിർത്തി അവനെ ആകർഷിക്കാൻ തുടങ്ങി. അതിന്റെ അലഞ്ഞു നടക്കുന്ന വെളിച്ചങ്ങളോടൊപ്പം അവന്റെ ചിന്തകൾ അലഞ്ഞു നടന്നു. അവൻ എൽഫ്ലാൻഡിന്റെ കൊടുമുടികൾ ആഗ്രഹിച്ചു. നമുക്കറിയാവുന്ന വയലുകളുടെ അരികിലായി സ്ഥിതി ചെയ്യുന്ന ആ കൃഷിയിടങ്ങളിൽ വസിക്കുന്നവർക്ക് ആ ആകർഷണം നന്നായി അറിയാമായിരുന്നു. അതുകൊണ്ടാണ് അവരുടെ വീടുകളുടെ പിന്നിലായി നിറങ്ങളുടെ അത്ഭുതത്തോടെ കിടക്കുന്ന ആ അതിശയത്തിൽ നിന്ന് അവർ കണ്ണുകൾ അകറ്റി നിർത്തിയിരുന്നത്. കാരണം നമ്മുടെ വയലുകളിലില്ലാത്ത ഒരു സൗന്ദര്യം അതിനുണ്ടായിരുന്നു. അവർ ചെറുപ്പത്തിൽ കേട്ട കഥകളനുസരിച്ച് ആ അലഞ്ഞു നടക്കുന്ന വെളിച്ചങ്ങളിലേക്ക് അവർ നോക്കി നിന്നാൽ നല്ല വയലുകളിലോ തവിട്ടുനിറമുള്ള ഉഴവുചാലുകളിലോ ഗോതമ്പിന്റെ തിരമാലകളിലോ നമ്മുടെ ഭൂമിയിലെ മറ്റെന്തെങ്കിലും അവർക്ക് ഒരു സന്തോഷവും അവശേഷിക്കില്ല. മറിച്ച് അവരുടെ ഹൃദയങ്ങൾ എപ്പോഴും അജ്ഞാതമായ പർവ്വതങ്ങൾക്കും ഫ്രീറയുടെ അനുഗ്രഹം ലഭിക്കാത്ത ആളുകൾക്കും വേണ്ടി കൊതിച്ച് ഇവിടെ നിന്ന് വളരെ അകലെയായിരിക്കും. ഇപ്പോൾ നമ്മുടെ ഭൗമിക സായാഹ്നം മങ്ങുമ്പോൾ ആ മാന്ത്രിക സന്ധ്യയുടെ കൃത്യം അതിരായി നിന്നുകൊണ്ട് ഭൂമിയിലെ കാര്യങ്ങൾ അവന്റെ ഓർമ്മയിൽ നിന്ന് വേഗത്തിൽ അകന്നുപോയി. പെട്ടെന്ന് അവന്റെ എല്ലാ ശ്രദ്ധയും എൽഫിൻ കാര്യങ്ങളിലായി. മനുഷ്യരുടെ വഴികളിലൂടെ നടന്നിരുന്നവരിൽ അവൻ തന്റെ അമ്മയെ മാത്രമേ ഓർമ്മിച്ചു. ആ സന്ധ്യ അവനോട് പറഞ്ഞതുപോലെ അവൾ ഒരു മന്ത്രവിദ്യയ്ക്ക് വിധേയാണെന്നും താനൊരു മാന്ത്രിക കുടുംബത്തിൽ നിന്ന് വന്നതാണെന്നും അവൻ പെട്ടെന്നറിഞ്ഞു. ആരുമിത് അവനോട് പറഞ്ഞിരുന്നില്ല. എന്നാൽ ഇപ്പോഴവനതറിഞ്ഞു. വർഷങ്ങളായി അവൻ ഓരോ വൈകുന്നേരങ്ങളിലും അത്ഭുതപ്പെട്ടിരുന്നു. അവന്റെ അമ്മ ഇവിടെ പോയിരിക്കാമെന്ന് ഊഹിച്ചിരുന്നു. അവൻ ഒറ്റയ്ക്ക് നിശബ്ദനായി ഊഹിച്ചിരുന്നു. ആ കുട്ടി എന്താണ് ഊഹിക്കുന്നതെന്ന് ആർക്കും അറിയില്ലായിരുന്നു. ഇപ്പോൾ ആ ചോദ്യത്തിന് ഒരു ഉത്തരം വായുവിൽ താങ്ങി നിൽക്കുന്നതായി തോന്നി. ആ കൃഷിയിടങ്ങളെ എൽഫ്ലാൻഡിൽ നിന്ന് വേർതിരിക്കുന്ന മാന്ത്രിക സന്ധ്യയ്ക്ക് കുറുകെ അവൾ അല്പം മാത്രം അകലെയാണെന്ന് തോന്നി. അവൻ 3 ചുവടുകൾ വെച്ച് അതിർത്തിയിലെത്തി. നമുക്കറിയാവുന്ന വയലുകളിൽ നിന്ന് ഏറ്റവും ദൂരെയായി നിന്നിരുന്നത് അവന്റെ കാലുകളായിരുന്നു. അവന്റെ മുഖത്തിനു നേരെ ആ അതിർത്തി ഒരു മൂടൽമഞ്ഞ് പോലെ കിടന്നു. അതിൽ മുത്തുകളുടെ എല്ലാ നിറങ്ങളും ഭംഗിയായി നൃത്തം ചെയ്യുന്നുണ്ടായിരുന്നു. അവൻ നീങ്ങിയപ്പോൾ ഒരു വേട്ടപ്പട്ടി അനങ്ങി. നായക്കുട്ടം തലതിരിച്ചവനെ നോക്കി. അവൻ നിന്നു. അവ വീണ്ടും വിശ്രമിച്ചു. അവൻ ആ അതിർത്തിയിലൂടെ കാണാൻ ശ്രമിച്ചു.
പക്ഷേ അലഞ്ഞു നടക്കുന്ന വെളിച്ചങ്ങളല്ലാതെ മറ്റൊന്നും കണ്ടില്ല. ആയിരക്കണക്കിന് ദിവസങ്ങളുടെ അസ്തമയത്തിൽ നിന്ന് മാന്ത്രികമായി സംരക്ഷിക്കപ്പെട്ടവയായിരുന്നു അവ. അങ്ങനെ അവ അവിടെ അതിർത്തി നിർമ്മിക്കാൻ ഉപയോഗിച്ചു. അപ്പോഴവൻ ആ വലിയ വിടവിനപ്പുറത്ത് തന്റെ അമ്മയെ വിളിച്ചു. അതിർത്തിയുടെ ഒരരികിൽ ഭൂമിയും മനുഷ്യരുടെ വാസസ്ഥലവും മിനിറ്റുകളും മണിക്കൂറുകളും വർഷങ്ങളും കൊണ്ട് നമ്മൾ അളക്കുന്ന സമയവും മറ്റൊരരികിൽ എൽഫ്ലാൻഡും മറ്റൊരു തരം സമയവും. അവൻ 2 തവണ അവളെ വിളിച്ച് ശ്രദ്ധിച്ചു. വീണ്ടും വിളിച്ചു. എൽഫ്ലാൻഡിൽ നിന്നൊരു നിലവിളിയോ മന്ത്രിക്കലോ വന്നില്ല. അവനെയും അവളെയും തമ്മിൽ വേർതിരിക്കുന്ന ആ ആഴത്തിന്റെ വ്യാപ്തി അവനപ്പോൾ തിരിച്ചറിഞ്ഞു. അത് വിശാലവും ഇരുണ്ടതും ശക്തവുമാണെന്ന് അവൻ അറിയാമായിരുന്നു. അതൊരു പഴയ ദിവസത്തിൽ നിന്ന് നമ്മുടെ സമയങ്ങളെ വേർതിരിക്കുന്ന ആഴങ്ങൾ പോലെയോ, അല്ലെങ്കിൽ ദൈനംദിന ജീവിതത്തെ സ്വപ്നലോകത്തിൽ നിന്ന് വേർതിരിക്കുന്ന ആഴങ്ങൾ പോലെയോ, അല്ലെങ്കിൽ ഇനിയും ജീവിച്ചിരിക്കുന്നവരെ അവർ വിലപിക്കുന്നവരിൽ നിന്ന് വേർതിരിക്കുന്ന ആഴങ്ങൾ പോലെയായിരുന്നു. ആ അതിർത്തി ഒരു നിമിഷം പോലും നിൽക്കാതെ മിന്നിത്തിളങ്ങുകയും തിളക്കത്തോടെ തിളങ്ങുകയും ചെയ്തിരുന്നു. അവിടെ തന്റെ പിന്നിലായി സായാഹ്നത്തിൽ ഭൗമിക ശബ്ദങ്ങൾ മങ്ങുമ്പോൾ അവയുടെ മൃദുലമായ തിളക്കത്തോടുകൂടിയ ഭൗമിക സന്ധ്യയും തന്റെ മുഖത്തിന് വളരെ അടുത്തായി എൽഫ്ലാൻഡിന്റെ പൂർണ്ണ നിശബ്ദതയും ആ നിശബ്ദത സൃഷ്ടിക്കുന്ന അതിന്റെ വിചിത്രമായ സൗന്ദര്യത്തോടെ തിളങ്ങുന്ന അതിർത്തിയും അവൻ നോക്കി നിന്നു. ഇപ്പോൾ അവൻ ഭൗമികമായ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചില്ല. പ്രവാചകന്മാർ നിഷിദ്ധമായ വിജ്ഞാനവുമായി ഇടപെടുമ്പോൾ മേഘമാവൃതമായ ക്രിസ്റ്റലുകളിലേക്ക് നോക്കുന്നതുപോലെ ആ സന്ധ്യാൽ നിർമ്മിച്ച അതിർത്തിയുടെ ഭിത്തിയിലേക്ക് അവൻ നോക്കി നിന്നു. ഓറിയോണിന്റെ രക്തത്തിലെ എല്ലാ എൽഫിൻ കാര്യങ്ങൾക്കും തനിക്കവന്റെ അമ്മയിൽ നിന്ന് ലഭിച്ച എല്ലാ മാന്ത്രികതയും ആ സന്ധ്യാൽ നിർമ്മിച്ച അതിർത്തിയിലെ ചെറിയ വെളിച്ചങ്ങൾ പ്രലോഭനവും ആകർഷണവും നൽകി. സമയത്തിന്റെ ക്രൂരതയിൽ നിന്ന് അകലെ അടിച്ച സമയത്ത് ഏകാന്ത സുഖത്തിൽ വസിക്കുന്ന തന്റെ അമ്മയെക്കുറിച്ച് അവൻ ചിന്തിച്ചു. അവന്റെ അമ്മയിൽ നിന്ന് ലഭിച്ച മാന്ത്രികമായ ഓർമ്മകളിലൂടെ അവന് മങ്ങിയ ഭാഗത്തിലറിയാവുന്ന എൽഫ്ലാൻഡിന്റെ മഹത്വങ്ങളെക്കുറിച്ച് അവൻ ചിന്തിച്ചു. തന്റെ പിന്നിലായിരുന്ന ഭൗമിക സായാഹ്നത്തിലെ ചെറിയ ശബ്ദങ്ങൾ അവൻ ശ്രദ്ധിച്ചില്ല, കേട്ടില്ല. ഈ ചെറിയ ശബ്ദങ്ങളോടൊപ്പം അവന് മനുഷ്യരുടെ വഴികളും ആവശ്യങ്ങളും അവരാസൂത്രണം ചെയ്യുന്ന കാര്യങ്ങളും അവർ അധ്വാനിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളും അവരുടെ ക്ഷമ നേടുന്ന എല്ലാ ചെറിയ കാര്യങ്ങളും നഷ്ടപ്പെട്ടു. താനൊരു മാന്ത്രിക രക്തത്തിൽ നിന്നുള്ളവനാണെന്ന് ഈ തിളങ്ങുന്ന അതിർത്തിയോടരികിൽ വെച്ച് ലഭിച്ച പുതിയ അറിവിൽ താൻ സമയത്തോടുള്ള കൂർ ഉപേക്ഷിച്ച് സമയത്തിന്റെ ആധിപത്യത്തിന് കീഴിലായിരുന്ന ആ ദേശങ്ങളെ വിട്ട് 5 ചെറിയ ചുടലുകൾ കൊണ്ട് പ്രായമില്ലാത്ത ദേശത്ത് പ്രവേശിക്കാൻ അവൻ ആഗ്രഹിച്ചു. പാട്ടുകൾ മാത്രം ഊഹിച്ചിട്ടുള്ള ആ അത്ഭുതകരമായ സൗന്ദര്യമുള്ള ഹാളിൽ തന്റെ മഞ്ഞുതിരന്നുള്ള സിംഹാസനത്തിൽ തന്റെ അമ്മ പിതാവിനോടൊപ്പം ഇരിക്കുന്ന ആ ദേശത്തേക്ക് കടക്കാനവൻ ആഗ്രഹിച്ചു. ഏളിനി അവന്റെ വീടായിരുന്നില്ല. മനുഷ്യരുടെ വഴികൾ അവന്റെ വഴികളായിരുന്നില്ല. അവരുടെ വയലുകൾ അവന്റെ കാലുകൾക്ക് ഇനി സ്വന്തമായിരുന്നില്ല. പക്ഷേ എൽഫിൻ പർവ്വതങ്ങളുടെ കൊടുമുടികൾ ഓറിയോണിന് വൈകുന്നേരങ്ങളിൽ അവരുടെ പുൽമേഞ്ഞ വീടുകൾ വരവേൽക്കുന്നതുപോലെയായിരുന്നു. ഇതിഹാസപരവും ഭൗമികവുമല്ലാത്ത കാര്യങ്ങൾ ഓറിയോണിന് വീടായിരുന്നു. അങ്ങനെ ആ സന്ധ്യയുടെ അതിർത്തി വളരെ നേരം കണ്ടപ്പോൾ അവനെ മയക്കിയിരുന്നു. അതേതൊരു ഭൗമിക സന്ധ്യയേക്കാൾ മാന്ത്രികമായിരുന്നു. ഇതിലേക്ക് വളരെ നേരം നോക്കി നിൽക്കുകയും എന്നിട്ടും തിരികെ പോവുകയും ചെയ്യുന്ന ചിലരുണ്ടാകാം. പക്ഷെ ഒറിയോണിനത് എളുപ്പമായിരുന്നില്ല. കാരണം മാന്ത്രികതയ്ക്ക് ഭൗതിക വസ്തുക്കളെ മയക്കാൻ ശക്തിയുണ്ടെങ്കിലും അവ ഭാരത്തോടെയും പതുക്കെയും മാത്രമാണ് മന്ത്രവിദ്യയോട് പ്രതികരിക്കുന്നത്. എന്നാൽ ഒറിയോണിന്റെ രക്തത്തിലെ എല്ലാ മാന്ത്രികതയും എൽഫ്ലാൻഡിന്റെ അതിരുകളിൽ തിളങ്ങിയ മാന്ത്രികതയോട് വേഗത്തിൽ പ്രതികരിച്ചു. വായുവിൽ അലഞ്ഞു നടക്കുന്ന ഏറ്റവും അപൂർവമായ വെളിച്ചങ്ങൾ, കൊടുങ്കാറ്റിലൂടെ നമ്മുടെ വയലുകളെ അത്ഭുതപ്പെടുത്തുന്ന സൂര്യപ്രകാശത്തിന്റെ ഏറ്റവും മനോഹരമായ മിന്നലുകൾ, ചെറിയ അരുവികളുടെ മൂടൽമഞ്ഞ്, നിലാവെളിച്ചത്തിലെ പൂക്കളുടെ തിളക്കം, നമ്മുടെ മഴവില്ലുകളുടെ എല്ലാ അറ്റങ്ങളും അവയുടെ എല്ലാ സൗന്ദര്യവും മാന്ത്രികതയും, കൂടാതെ പഴയ മനസ്സുകളിൽ വളരെക്കാലം സൂക്ഷിക്കപ്പെട്ട സായാഹ്നങ്ങളുടെ അസ്തമയത്തിന്റെ കഷണങ്ങളും കൊണ്ടാണ് അത് നിർമ്മിക്കപ്പെട്ടിരുന്നത്. ഈ മാന്ത്രികതയിലേക്ക് അവൻ ഭൗതിക കാര്യങ്ങൾ അവസാനിപ്പിക്കാനായി കാലെടുത്തുവച്ചു. പക്ഷേ അവന്റെ കാൽ ആ സന്ധ്യയെ സ്പർശിച്ചപ്പോൾ വളരെ നേരം വേട്ടയിൽ നിന്ന് പിന്തിരിപ്പിക്കപ്പെട്ടു വേലിക്ക് കീഴിൽ അവനു പിന്നിലിരുന്ന ഒരു വേട്ടപ്പെട്ടി അല്പം ശരീരം നീട്ടുകയും മനുഷ്യരുടെ വഴികളിൽ കൂട്ടുവായിടുന്നതിനോട് ഏറ്റവും അടുത്ത സാമ്യമുള്ള ഒരു മന്ദമായ ശബ്ദം പുറപ്പെടുവിക്കുകയും ചെയ്തു. ആ ശബ്ദം കേട്ട ഒറിയൂൺ തലതിലിച്ചു. അവൻ ആ നായയെ കണ്ട് ഒരു നിമിഷം അതിനടുത്തേക്ക് പോയി. അതിനെ തലോടി വിട പറയാൻ തുനിഞ്ഞു. പക്ഷെ അപ്പോഴേക്കും എല്ലാ നായകളും അവന് ചുറ്റുമെത്തി. അവന്റെ കൈകളിൽ മൂക്കുരസുകയും അവന്റെ മുഖത്തേക്ക് നോക്കുകയും ചെയ്തു. തന്റെ ഉത്സാഹമുള്ള നായകൾക്കിടയിൽ നിന്നുകൊണ്ട് ഏതാനും നിമിഷം മുമ്പ് എൽഫിൻ പർവ്വതങ്ങളുടെ മാന്ത്രിക കൊടുമുടികളിലേക്ക് ചിന്തകൾ ഒഴുകിലടക്കുകയും മാന്ത്രികമായ കാര്യങ്ങളെക്കുറിച്ച് സ്വപ്നം കാണുകയും ചെയ്തിരുന്ന ഒറിയോൺ പെട്ടെന്ന് തന്റെ ഭൗമിക പരമ്പരയുടെ വിളി കേട്ടു.
പാട്ടുകൾ പറഞ്ഞതിനേക്കാൾ മനോഹരമായ തന്റെ പിതാവിന്റെ ദേശങ്ങളിൽ സമയത്തിന്റെ ശല്യങ്ങളിൽ നിന്നും അകലെ തന്റെ അമ്മയോടൊപ്പമായിരിക്കുന്നതിനേക്കാൾ വേട്ടയാടാൻ അവൻ ആഗ്രഹിച്ചു എന്നായിരുന്നില്ല അതിന്റെ അർത്ഥം. അവന്റെ നായകളെ ഉപേക്ഷിക്കാൻ കഴിയാത്തത്ര അവൻ അവരെ സ്നേഹിച്ചുവെന്നുമല്ല. പക്ഷേ അവന്റെ അമ്മയുടെ വംശം കാലാതീതമായി മാന്ത്രികതയെ പിന്തുടർന്നതുപോലെ അവന്റെ പിതാക്കന്മാരുടെ വംശം തലമുറകളായി വേട്ടയെ പിന്തുടർന്നിരുന്നു. മാന്ത്രിക കാര്യങ്ങളെ നോക്കിയപ്പോൾ മാന്ത്രികതയിലേക്കുള്ള വിളി ശക്തമായിരുന്നു. അതുപോലെ തന്നെ വേട്ടയിലേക്ക് അവനെ ക്ഷണിക്കാൻ പഴയ ഭൗമിക വംശവും ശക്തമായിരുന്നു. സന്ധ്യയുടെ മനോഹരമായ അതിർത്തി അവന്റെ ആഗ്രഹങ്ങളെ എൽഫ്ലാൻഡിലേക്ക് ആകർഷിച്ചിരുന്നു. അടുത്ത നിമിഷം അവന്റെ നായകൾ അവനെ മറ്റൊരു വഴിക്കേക്ക് തിരിച്ചുവിട്ടു. പുറമേയുള്ള കാര്യങ്ങളുടെ പിടിയിൽ നിന്ന് നമ്മളിലാർക്കും രക്ഷപ്പെടുക എന്നത് പ്രയാസമാണ്. ഏതാനും നിമിഷം ഒറിയോൺ തന്റെ നായകൾക്കിടയിൽ നിന്നുകൊണ്ട് ചിന്തിച്ചു ഏതു വഴിക്ക് തിരിയണമെന്ന്. തീരുമാനിക്കാൻ ശ്രമിച്ചു. ശാന്തമായ പുൽത്തകടികളും എൽഫ്ലാൻഡിന്റെ ആലസ്യമേറിയ മഹത്വങ്ങൾക്കു മുകളിലൂടെ തൂങ്ങിക്കിടക്കുന്ന എളുപ്പമുള്ള അലസായുഗങ്ങളെ നല്ല തവിട്ട് നിറമുള്ള കലപ്പയോടും പുൽമേടുകളോടും ഭൂമിയുടെ ചെറിയ വേലികളോടും ഒത്തുനോക്കാൻ ശ്രമിച്ചു. പക്ഷേ നായകൾ അവന് ചുറ്റുമുണ്ടായിരുന്നു. മൂക്കുരസുകയും കരയുകയും അവന്റെ കണ്ണുകളിലേക്ക് നോക്കുകയും വാലുകളും കാലുകളും വലിയ തവിട്ട് നിറമുള്ള കണ്ണുകളും സംസാരിക്കുമെങ്കിൽ അവനോട് സംസാരിക്കുകയും ചെയ്തു. പോകുക പോകുക എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അത്രയും ബഹളത്തിനിടയിൽ ചിന്തിക്കുക എന്നത് അസംഭവമായിരുന്നു. അവന് തീരുമാനിക്കാൻ കഴിഞ്ഞില്ല. അവസാനം നായകൾക്ക് അവരുടെ വഴി കിട്ടി. അവനും അവയും നമുക്കറിയാവുന്ന വയലുകളിലൂടെ ഒരുമിച്ച് വീട്ടിലേക്ക് പോയി.